പൈൻ ഫോറസ്റ്റിൽ അവനപ്പുറം എവിടെയോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഈ നടക്കുന്ന വഴിയിലിരിക്കാൻ തോന്നുന്നുണ്ട്. നടക്കുന്ന വഴിയിലിരിക്കുന്നു. എന്നെ ഒന്ന് പിടിക്കുമോ? ഞാൻ ചിലപ്പോൾ സ്ലിപ്പാവും. അല്ല, എൻ്റെ ചെരുപ്പ് കംഫർട്ട് അല്ലടെ നടക്കാൻ. സ്റ്റുഡിയോ ഒന്ന് പറ്റിച്ചു. ഇതാണ് അനക്കെന്താടോ? അങ്ങനെ വൈൻ ഫോറസ്റ്റിനോട് ടാറ്റ പറയാ. ഈ ചെരുപ്പ് പിടിക്കുകയാണ്. നടക്കുമ്പോളെ എന്താ വെച്ചാൽ സിൽപ്പായി വിൽക്കുന്നു ഗൈസ്. എവിടെ തങ്ങാ വീണാൽ പുഴയെന്നെണീച്ച് അവിടെ താഴെ കണ്ടോ പുഴയെന്നെണീച്ച് വരുന്നത് മാത്രമല്ല, നമ്മുടെ സലീം കുമാർ ഒരു സിനിമയിലില്ലേ ശുണ്ടിക്ക് കൊട്ട വെക്കുന്നത് ആ ഒരവസ്ഥയായിരിക്കും ഗൈസ്. ഞാനൊന്ന് സിൽപ്പായി വീണ് വിൽക്കാൻ പോയിട്ടുണ്ട്. മുഴുവനും ഓനെടുത്തില്ല, അതുകൊണ്ട് വിൽക്കാൻ പോയത് ജയത്തിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വീണില്ല കേട്ടാ. നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു അവസരം ഞാൻ തന്നില്ല. എന്നെ സ്റ്റുഡിയോ പറ്റിച്ചതാ. പൊന്നൊരു ഗൈസ്, ഈ ചെരുപ്പ് ആരും എടുക്കരുത് കേട്ടോ, ഇടാൻ പറ്റുന്നില്ല. എൻ്റെ മോനോട് വേറെ ചെരുപ്പ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവനോടത് മറന്നും പോയി. എന്തോരം മനസ്സ് പറ. ഞാനൊരു കാര്യം പറയട്ടെ, ഊട്ടിയിൽ ഫുള്ള് മലയാളികളാണ് ഗൈസ്. എല്ലാം കേലിൻ്റെ വണ്ടി. തമിഴ്നാട് പരിചയപ്പെടുന്ന പോലൊക്കെ മലയാളികൾ, ആരും തമിഴന്മാരില്ല, എല്ലാം മലയാളീസ്. അപ്പോൾ ഇവിടെ നല്ല യാത്രയാവട്ടെ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവളുടെ പപ്പ മരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോകണം. മോളെ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേ. എവിടെ ടൂറ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞിട്ട് ഞാൻ ഓളോ വരാറുണ്ട്. കഴിഞ്ഞ ഊട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കമ്മൽ, വയനാട്ടിൽ പോയപ്പോൾ ഓള കമ്മൽ, പിന്നീട് വയനാട്ടിൽ പോയപ്പോൾ പിന്നെ എൻ്റെ കമ്മൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രമൊക്കെ കമ്മൽ എനിക്കുണ്ടോയെന്ന്. ഉണ്ട് ഗൈസ്, ഉണ്ടായിരുന്നു ഗൈസ്. വണ്ടി കയറിയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇറങ്ങാൻ സുഖം, കയറാനാണ് മക്കളെ ബുദ്ധിമുട്ട്. പിന്നെ ഒരിറക്കത്തിനൊരു കയറ്റമുണ്ട് എന്ന് പറയാറില്ലേ, ആ കയറ്റമാണ് ഗൈസ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ കൂടെ വയ്യ. ഇനി ചെരുപ്പിടട്ടെ. അതാ കല്ലിട്ട സ്ഥലം വന്നിട്ടുണ്ട്. ഓക്കെ, അവൻ വണ്ടി എടുക്കാൻ പോയിക്കേ പോട്ടെ ഗൈസ്. അപ്പം അതേ ചോളം ട്രൈ ചെയ്യാണ്. പുഴുങ്ങിയ ചോളം നല്ല ചൂട് കിട്ടോ. ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലം ദൂ കാണുന്ന മലനിര കണ്ടില്ലേ? ഇവിടെ ഇറങ്ങുന്നില്ല കേട്ടോ. മുകളിൽ തട്ടുകളും നടന്നു പോയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നടന്നിട്ട് കഥപ്പുകളും മാറിയിട്ടില്ല. കണ്ടില്ലേ, ആ മോളിലാണ് ഷൂട്ടിംഗ് പോയിന്റ്. വഴി നല്ല രസമുണ്ടല്ലോ, പാമ്പ് എഴുന്ന പോലെ. അവിടെ വരെ നടന്ന് കയറാനുള്ള ശേഷി എനിക്കില്ല ഗൈസ്. ഊട്ടിയിലേക്ക് പോകുന്ന വഴി ഞാൻ ചെറിയൊരു സംഭവം കണ്ടേ. അപ്പം അത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് എത്തിക്കാമെന്ന് കരുതി. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഞാൻ കാണിച്ചു തരാം. എനിക്കതൊരു കൗതുകമായിട്ട് തോന്നി കേട്ടോ.
നിങ്ങൾക്കത് കൗതുകമായിട്ട് തോന്നണമെന്നും ഇല്ല. അതായത് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടു. പ്രതിഷ്ഠ എന്താണെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റിലും കാക്കയുടെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബലിക്കാക്ക ഉണ്ടല്ലോ, അതിൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ബലിക്കാക്കയുടെ പ്രതിമ കാണുന്നത് കേട്ടോ. മുത്തപ്പൻകാവിലൊക്കെ കയറുന്നിടത്ത് നായയുടെ പ്രതിമയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാക്കയുടെ പ്രതിമ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം പോലെ തോന്നി. അപ്പം നിങ്ങളിലേക്ക് കൂടി എത്തിക്കണം എന്ന് കരുതി. പിന്നെ എത്ര പേർക്ക് ഇത് അറിയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതാ പ്രതിഷ്ഠ എന്നുള്ളതും എനിക്ക് അറിഞ്ഞൂടെ. അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കാക്കയുടെ പ്രതിമയുള്ള അമ്പലം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങിയതായിരുന്നേ. അപ്പം ഇവിടെ ഫുള്ള് തേയിലയാണ് ഗൈസ്. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമല്ലോ. ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നല്ല കാറ്റ്. ഇവിടെ ഒരു സ്ഥലത്ത് എവിടെ നിർത്തിയാലും തേയില. കണ്ടോ വരുന്നത്. കൊന്ന പറിക്കാൻ പോയതായിരുന്നു വീഡിയോ ചെയ്യാൻ. കിട്ടിയില്ല തോന്നുന്നു. ഫുള്ള് തേയില. നല്ല തണുപ്പുണ്ട്. മഴ പെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ബോർഡർ കടക്കുവാണ്. നമ്മൾ കേരളത്തിലേക്ക് കാല് കുത്തുകയാണ് ഗൈസ്. ഒട്ടുക്കമത്തെ കോടയും കേട്ടോ. കോടയായി കിടക്കുന്നു ഗൈസ്. ഇവിടെയൊക്കെ മഴ പൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒന്നായിട്ട് കോടയായി കിടക്കുക. എലിഫന്റ് ക്രോസിംഗ് ഏരിയ. അങ്ങനെ നമ്മൾ കേരളത്ത് കലമുതേ കയ്യംകുത്തി എന്നുള്ള വിവരം നിങ്ങളേക്കൊന്ന് അറിയിച്ചിരിക്കുന്നു. ഫുള്ള് തേയില തോപ്പാ ഗൈസ്. ഉയരം കൂടും തോറും അവിടെയൊക്കെ എലിഫന്റ് മറ്റേ ക്ലോസ് ചെയ്യുന്ന സ്ഥലമാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുന്നു. ലാലേട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ ഗൈസ്? അങ്ങനെ ദേ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ ചട്ടിച്ചോറാണ്, ബിരിയാണി, ഓള് പൊറാട്ടി, ചിക്കനും, ഓരോ അൽഫാമും കുബൂസും. അൽഫാം എത്തിയില്ലല്ലേ? ഇതിൻ്റെ താഴെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെയാണ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കൂടി പാത്തൂര് കഴിക്കാനുള്ള പാത്തൂര് കഴിക്കാനുള്ള ബില്ല് വന്നിട്ട് 1103. നാളെ പോകണ്ട. നാളെ മറ്റന്നാളല്ലേ? 3-ാം തീയതി ചട്ടിച്ചോറിന് 305 രൂപ. ഇതിൽ ഗൈസ് ഒരു സാധനമില്ല. പറഞ്ഞത് എന്താ വെച്ചാൽ ബീഫുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഒരു സാധനം ഇല്ലാതിട്ട് ഞാൻ അടുത്തന്നെ അനുസരിച്ച്. അപ്പം വെറുതെ ആയിപ്പോയി. ഐസ്ക്രീം മേടിച്ചതാ. ബ്രാൻഡ് സാധനമാണ്.
95 ഗൈസ്, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്റെ മോനെ 95 സാധനം അതായത് നമ്മളെ 10 റുപ്യന്റെ ഇതില്ലേ, അതിന്റെ പേരെന്തായി മോനെ? ചോക്കോബാറിന് 85 റുപ്യ. ഞങ്ങൾ അബദ്ധം പറ്റി ഗൈസ്. പുറത്തുനിന്നാണെങ്കിൽ 8 എണ്ണം വാങ്ങി തിന്നു. 2 ആളും 85 റുപ്യന്റെ ഓരോന്നും, ഞാൻ 95ന്റെ ഒന്നും എടുത്ത്. മറ്റേ അരുണ് എനിക്ക് 2 ഐസ്ക്രീം ആയിട്ടായി വന്നത്. ഓ പൈസ നോക്കല്ല, ഏതായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങള് എന്റെ കൂട്ടുകാരിണ്ട്, അവളെ ഒന്ന് കാണാൻ പോവാണ്. അവളുടെ പപ്പ മരിച്ചിട്ട് ഇപ്പൊ 10-15 ദിവസമായി. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനി ശ്രീരാജ് ആർ പറയേണ്ട ജസ്യക്ക് പോലെയാണെന്നൊന്നും എൻ്റെ കൂട്ടുകാരിയുടെ പപ്പയായിട്ടാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ കർത്താവിയുടെ റോഡ് പണിയാ ഓന് പല പ്രാവശ്യം വന്നേക്ക്. ഇപ്പൊ ഓനോട് വഴി തെറ്റി ഓന് സംശയമാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്. ഞങ്ങൾ കണ്ട് പിരിഞ്ഞിട്ട് പിന്നെ 13-14 വർഷങ്ങൾക്ക് ശേഷം പിന്നെ കണ്ടതായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോവുക. അവളുണ്ടോയെന്നൊന്നും അറിയില്ല, വിളിച്ചു നോക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. വിളിച്ചാൽ അവൾക്ക് ആകെ വെപ്രാളാണ്, അതുകൊണ്ട് വിളിക്കാണ്ട് പോവുക. എന്നാണ് പോയി നോക്കട്ടെ ട്ടോ. വീണതായി പോവൂലേ? ഒരു പൊട്ടൻ വേറൊരു പൊട്ടന് സഹായത്തിന് പോയിരിക്കുന്നു. ഇപ്പൊ പിടിക്കേ മുഴുവൻ താഴെ വീഴ്ചിട്ടാണ്. അതെങ്ങോട്ടുമാണ് പോവാ മത്സ്യത്തെ ചാടി പിടിക്കും. കൊമ്പും എല്ലാം കൂടി മീന്റെ മുകളിൽ വരേണ്ടി വരും. താഴെ വീണില്ലേ കൊള്ളൂലെന്ന് പറയുന്നത് അതുകൊണ്ടാണോ? അല്ല, താഴെ വീണ പഴുക്കുമ്പോഴായി പോവില്ലേ? അങ്ങനൊന്നുമില്ല. നല്ലല്ല ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ, നല്ല ഷോപ്പുണ്ട്. കുറ്റിച്ചക്ക, ആത്തച്ചക്ക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നുണ്ട് അതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് കുറ്റിച്ചക്ക, ആത്തച്ചക്ക, പഞ്ചാരച്ചക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്ന് കമന്റ് ഇടൂ. പിടിക്കാ പിന്നെ കിട്ടിയില്ലേ അരുണേട്ടൻ പൊളിയാട്ടാ. എടാ കുണ്ടിന്ന് പറയാൻ പറ്റില്ല, ചന്തിന്ന് നല്ല ഷോപ്പുണ്ട്. ഇവിടെ വരുമ്പോൾക്ക് എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊണ്ടുപോകാനുണ്ടാവും കേട്ടോ. ചക്ക, മാങ്ങ, തേങ്ങ, ഈ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതേപോലത്തെ
അർണേട്ടൻ പൊളിയാട്ടാ. ഇത് മതി ഏട്ടാ. ഇതൊക്കെ തിന്നൊന്നുമില്ല ചിലപ്പോ. ഇത് തിന്നും ചെയ്യും. ഞാൻ തിന്നൂലെന്നോ? ഇതിപ്പോ താത്ത കാണണ അരു അരു സജിനെ കാണണോ? പൈല പോണ്ടി വരൂ. എന്റെ ഏട്ടത്തിണ്ട് കേട്ടോ. ഓക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യ. പക്ഷെ പോവാൻ വയ്യില്ല. ഞങ്ങള് കുറ്റിയാരി വേണ്ട ചക്ക വേണ്ട. അത് കിട്ടൂടെ? കൊള്ളി വേണോ? അല്ല താത്ത കാണണോ സജിന? ഇത് പൊട്ടാത്ത വായിക്കോ? എന്റെ തലയിലേക്ക് വെക്കണ്ട. കണ്ടോ ഇത്രയും ഗൈസ്. എനിക്ക് ഏട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതെന്റെ ഏട്ടനാട്ടോ. അപ്പൊ ഏട്ടൻ പറിച്ചു തന്നതാണ്. ഒരു ഹായ് പറയൂ. ഹായ്. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ. അരുണ് പുതിയ വണ്ടി വാങ്ങിട്ടോ ഗൈസ്. ലൈസൻസ് ഉണ്ടോ എനിക്ക്? പുതിയ വണ്ടി വാങ്ങി. കോലം നന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ കൂടാണ്ട് നിൽക്കുക. നിക്കടിയേ, അവള് മേക്കപ്പ് ഇല്ലാണ്ട് വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. എൻ്റെ ഒറ്റെടുത്ത കൂട്ടുകാരിയായി കേട്ടോ. ഒരു കാലത്ത് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചത് വളർത്താ. ഇപ്പതാ മേക്കപ്പ് ഇല്ലാണ്ട് സദാ കളറ് കാണുന്നതും കൊണ്ടാ വരാത്തത്. ഒക്കെ മേക്കപ്പ് ഇല്ലാത്തോണ്ട് ഏട്ടൻ വാ. ഞങ്ങൾക്ക് പിന്നെ മേക്കപ്പ് ഒന്നും പ്രശ്നമില്ല. ഹായ് ഒക്കെ കൊടുത്തതാ. ഏട്ടന് അത് പ്രശ്നമില്ല. പക്ഷെ ഓക്ക് മേക്കപ്പ് മേക്കപ്പ് വിഗിലേ. അപ്പോൾ ഓളെ കാണാനായും വന്നത്. അപ്പൊ പോയി ഓടി ഓളോടെ വിളിച്ച് അങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യമായിട്ടാണ് പപ്പ അല്ലാണ്ട് എല്ലാരും ഞങ്ങള് വന്നെടുത്തോളം പയറ് വേണ്ട കൊണ്ടാവൂല. ഇവിടെ ദേ റോഡ് ഒരു സൈഡില് പയറ് വെക്കുന്ന കാണൂല. ജലവളം ഇട്ടതായിരിക്കും കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ എന്നിട്ട് പപ്പക്ക് എന്നെ ഭയങ്കര കാര്യമായിരിക്കും ഗൈസ്. ഞാൻ വരുമ്പോൾക്ക് സിനിനോട് പറയും അത് കൊടുക്ക്, ഇത് കൊടുക്ക്, അങ്ങനെ കൊടുക്ക്, ഇങ്ങനെ കൊടുക്കുന്ന പറഞ്ഞ് എന്തെങ്കിലും സാധനം സിനിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ നാടൻ ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കണ്ടില്ലേ കുറ്റിച്ചക്ക വരച്ചത്, അതേപോലെ മറ്റേ ഇതില്ലേ ബബ്ലി മൂസയോ എന്ന് വെച്ചാൽ മാതള നാരങ്ങ ഉണ്ടല്ലോ, അതോ അല്ലെ ചക്കയോ കരിമ്പോ മാങ്ങയോ അങ്ങനെ പിടിച്ചിട്ട് വയനാട്ടിൽ നിങ്ങൾക്കറിയാലോ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടാവും. ഇന്ന് പോയപ്പോൾ അവർക്കും അതിന് വലിയ പറ്റിയ മൂടല്ല. കരിമ്പൊക്കെ ഉണ്ട് പറിക്കാനെന്നുണ്ട്. പിന്നെ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ വേണ്ട. പക്ഷെ എനിക്ക് ഓരോട് പറയാൻ പറ്റൂല. അല്ല എനിക്ക് സത്യമായിട്ട് അവിടെ നിന്ന് വരുമ്പോൾ സങ്കടമാവും കേട്ടോ. പപ്പല്ലാന്ന് പറഞ്ഞ് കാരണം അത്രമേൽ നമ്മളെ നോക്കിയൊരു ആള് പെട്ടെന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യന്, നല്ല ആൾക്കാരെയാണ് ദൈവം പെട്ടെന്ന് വിളിക്കുക എന്ന് പറയല്ലേ, അതിൽ പെട്ടതാണ് പപ്പ. എനിക്ക് ലാസ്റ്റ് ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. കാരണം ഞങ്ങള് കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് അവളുടെ മെസ്സേജ് കാണുന്നത് പപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിറ്റേന്ന് 10 മണിക്കാണ് ചടങ്ങുകളൊക്കെ എന്ന് പറഞ്ഞ. പക്ഷെ ഇവര് ബസ് പോകാനുണ്ടായി. എനിക്ക് ഒറ്റക്ക് ഞാൻ ഇവിടെ വരെ ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല കേട്ടോ. പക്ഷെ എനിക്ക്
എവിടെയാ ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല, ഇവനാ അറിയാം. അപ്പോൾ ഞാൻ പിന്നെ ഏട്ടത്തിൻ്റെ മോനോട് ചോദിച്ചു നോക്കി, അവനും ബസ് അല്ല ലോറിയിലാണ്. എനിക്ക് ലാസ്റ്റ് ഒന്നും പവനെ കാണാൻ പറ്റിയില്ല. ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഭയങ്കര വിഷമം ഇവിടെ വന്ന് പോകുമ്പോൾ, പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പം അങ്ങനെയാണ്. നല്ലൊരു ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ദൈവം വിളിക്കും. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി അരുൺ പറഞ്ഞാണ് നേരെ ഹോസ്പിറ്റലിൽ. എനിക്ക് തലവേദനയാണ്, മുഖമൊക്കെ ആകെ ഡള്ളായിക്ക് ഇന്നലെ തുടങ്ങിക്ക്. എനിക്ക് തണുപ്പ് പറ്റിയിട്ടാണെന്ന് തോന്നുന്നു. അതെല്ലാം ഒന്ന് കാണിച്ചേക്കണം. മറ്റന്നാൾ എനിക്ക് മൈഗ്രൈൻ്റെ ഡോക്ടറെ കാണിക്കാനുള്ളതാണ്. ഞാൻ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നോട്ടിട്ട് വെച്ച് സ്ഥലം അതാ അവിടെ ഒടിച്ചുണ്ടോ? ഒടിച്ചുണ്ട്. അത് കഥ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നോട്ടട്ടൊരു സംഭവമാണ് ഗൈസ്. വയലറ്റ് കളർ പൂവ്. എത്രയോ സ്ഥലത്ത് ഞങ്ങൾ തീർത്താൻ നോക്കി, പക്ഷെ എവിടെ ഇല്ല. കൊന്നന്റെ മാതിരി ഉണ്ടല്ലേ. അടക്ക് ഇറക്ക്. അവിടെ നിന്ന് വെച്ച് ഇതാക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാൻ വീഴൂലേ? കണ്ടാ ഗൈസ്, ഇതേ അല്ല പോയി. ആ രണ്ടു കുമ്പൂടിയടി വയലറ്റ് കളർ പോയി. ഞാൻ എത്ര നോക്കിയതാന്നറിയോ. ഓടുമ്പോ ഇങ്ങോട്ട് മാറി നിൽക്കടി. ഓക്കെ, താങ്ക് യു. നമ്മുടെ വയനാട് ചുരം കയറി കഴിഞ്ഞാല് റോഡ് സൈഡിലായിട്ട് കാണപ്പെടുന്നൊരു പൂവാട്ടോ ഇത്. ഭയങ്കര രസമായി ഇത് കാണാൻ. വലിയ മരത്തിന്റെ മുകളിൽ നിറയെ വയലറ്റ് കളർ പൂവായിരിക്കും കേട്ടോ. എന്ത് രസാന്നറിയാം ഇത് കാണാൻ. ഏകദേശം നമ്മുടെ കണിക്കൊന്നയുടെ ഒരു കട്ടില്ലേ, കണിക്കൊന്ന മഞ്ഞ കളറാണ്, ഇത് അതിനു പകരം വയലറ്റ് കളർ. എന്ത് രസാന്നറിയാം കാണാൻ. റോഡ് സൈഡിലൊക്കെ വയലറ്റ് മയമായിട്ട് തന്നെ പറയാം. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഊട്ടി പോയിട്ട് വരികയാണ്. അങ്ങോട്ട് പോകുമ്പേ ഇതിങ്ങനെ നോട്ടിട്ടിക്ക്. പക്ഷെ വലിയ മരം ആയതുകൊണ്ട് എവിടുന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ. ഇതാ ഇത് അതിൻ്റെ മരമാണ്. അതേ പൂവുണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിലൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പറിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല രസമല്ലേ കാണാൻ? എന്ത് രസമാണെന്നറിയാം അതും ആ മരം കാണാൻ. ഇതാണ് കുറ്റ്യാടി ചുരം അല്ലേ? കുറ്റ്യാടി ചുരം എന്നല്ലേ അറിയാം. വയനാട് ചുരം പോലെ തന്നെ കുറ്റ്യാടി ഉണ്ട് ചുരം. ഞങ്ങൾ ഇതിലേ വരുന്ന വയനാട് ചുരത്തിൽ ഭയങ്കര ബ്ലോക്കാണെന്ന് ഗൂഗിൾ അമ്മായി കാണിച്ചു തന്നു. കാരണം പെരുന്നാളിലേക്ക് ഒരുവിധ ആൾക്കാരൊക്കെ ചുരം കയറി കഴിയാം. അപ്പോൾ നമ്മുടെ വയനാട് ചുരം അത്ര ഡേഞ്ചർ അല്ല ഇത്. അപ്പോൾ അത്ര വളവും ഇല്ലല്ലേ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഈ വഴി കയറി അല്ല ഇറങ്ങി. ഇല്ല, ആ വഴി കയറിയില്ല. ഞങ്ങള് വയനാട് ചുരത്തിൽ കൂടി അല്ല അങ്ങോട്ട് പോയത്. അങ്ങോട്ട് നിലമ്പൂർ വഴിയാ പോയത്. ഇങ്ങോട്ട് കുറ്റ്യാടി വഴി. നമ്മൾ വയനാട് ചുരം തൊട്ടിട്ടേ ഇല്ല. വയനാട് ചുരത്തിൽ ഏതോ ചെറുത് കരഞ്ഞുകൊണ്ടു പോകുന്നു. എങ്ങോട്ട് നോക്കിക്കിറങ്ങോ എന്ത്. അങ്ങനെയാണ്. ഓക്കെ ഗായ്സ്, ചത്ത് മനസ്സിന്റെ കുണ്ടിക്കിട്ട് കുത്താനിട്ടല്ലേ അല്ല ഓളെ പിടിക്കാന്ന് ചത്ത്
ചാവൂല 88 കാണാം. ഞാൻ ഈ ബി പി ഇട്ട് നോക്കണം എൻ്റെ നാളെ വെച്ചോ. ദിവ്യേച്ചി പോയോ നൈറ്റ്? അപ്പൊ ശരിക്കും ചാവും. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എന്താവണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞതാണ് അങ്ങനെ. പക്ഷെ ഡോക്ടറല്ല, ഡോക്ടറാണ് ഭയങ്കര ആഗ്രഹമായി. ഇങ്ങനെങ്കിലും ഒന്ന് കേക്കൂ. ഇത് ചെവിയിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെ തൊട്ട കേക്ക്. അതിനല്ലേ അടച്ച് നോക്കുന്നത്. മനസ്സിലായോ? നോക്ക് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഹോസ്പിറ്റലിൽ കാണിച്ച് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കൈ വീങ്ങിക്ക് നല്ല വീക്കാ. കണ്ണും മുഖമൊക്കെ ആകെ ടയേർഡായി കിടക്കുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്താൽ എല്ലാവരും പെട്ടെന്ന് മയങ്ങുമെന്ന് അറിയും. ഞാനിട്ട് അതും ചെയ്യൂല, കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ചായ കുടിക്കാൻ. കട്ടൻ ചായയും നമ്മുടെ ഊട്ടിയിൽ നിന്ന് വാങ്ങിയ ഊട്ടിപ്പറക്കും എന്തോ പറിക്കുക അതും ചായയും കുടിക്കുകയാണ്. ടാറ്റാ. അപ്പം ഊട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വേറൊരു വിശേഷമായിട്ട് ഞാൻ വരാം കേട്ടോ.